ഏത് രീതിയിലാണ് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? ഇനി ഭാവിയിൽ എന്താണ് അങ്ങയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? ജീസസ് അന്ന് ചെയ്തത് പ്രബലമായിരുന്ന ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മതമായിരുന്ന യഹൂദ മതത്തെ തച്ചുടച്ചിട്ട് അവിടെ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന, ഈശ്വരൻ ആഗ്രഹിക്കുന്ന ഒരു ജീവചൈതന്യത്തെ ഓരോ വ്യക്തിക്കും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും നുകരുവാനുമായിട്ടുള്ള ഒരു പശ്ചാത്തലം അദ്ദേഹം അവിടെ ഒരുക്കി. അതിനുവേണ്ടി അദ്ദേഹം പ്രതിവിധിയായിട്ട് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെയാണ്. നമ്മുടെ ഗാന്ധിജി ചെയ്തതും അത് തന്നെയല്ലേ. ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആൾക്കാരുടെ അടിമത്വത്തെ അദ്ദേഹം ഡിമോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫാണ്. സോ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി അടിമത്വത്തിൽ കിടക്കുക. നമുക്കിന്ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് ബ്രിട്ടീഷിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ഇന്നും പലതിൻ്റെയും അടിമകൾ തന്നെയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് മതമാണ്. മതത്തിൻ്റെ അടിമത്വത്തിനാണ് ഇന്ന് 99.9% ആൾക്കാരും ജീവിക്കുന്നത്. അതിനകത്തുനിന്ന് കുറച്ച് പേരെയെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈഫ് പർപ്പസായിട്ട് ഞാൻ ഏറ്റവും മെയിനായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ അല്ല ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യത്തെയും, വേദങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള കാര്യത്തെയും, ഇസ്ലാമിലെ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയല്ല എന്ന് നാളെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഭാവിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് എൻ്റെ അന്തരാത്മാവ് പറയുന്നൊരു കാര്യം പുതിയൊരു പെട്ടകം, ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്നാണ്. അത് മതത്തിൻ്റെ സിസ്റ്റമല്ല, മനോജിൻ്റെ സിസ്റ്റമല്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള സിസ്റ്റമല്ല. എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ സഹായത്തോടുകൂടെ, സഹകരണത്തോടുകൂടെ ഒരു സ്പിരിറ്റ് സിസ്റ്റം. ഒരു വ്യക്തി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വന്ന് കയറുന്നത് മുതൽ ആ പെട്ടകത്തിൽ നിന്ന്, ആ സിസ്റ്റത്തിനകത്തുനിന്ന് പുറത്ത് പോകുന്നത് വരെ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ടുന്ന ആത്മീക പരിവർത്തനങ്ങളും ഒരു ഡിവൈൻ കൾച്ചറിൻ്റെ ആവിഷ്കാരവും പരിണാമവും അതെല്ലാം ഈ സിസ്റ്റത്തിനകത്ത് നടക്കണം. അപ്പോൾ അത് മതത്തിൻ്റെ ഒരു മേമ്പൊടി ഉണ്ടാകത്തില്ല, ആചാരാനുഷ്ഠാനങ്ങളൊരു മേമ്പൊടി ഉണ്ടാകത്തില്ല. ശരിക്കുമുള്ള ദൈവ ചൈതന്യത്തിൽ നിന്നുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം വരേണ്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സിസ്റ്റം ഒരിക്കലും മനോജിൻ്റെ സിസ്റ്റം ആകത്തില്ല. അത് നമ്മുടെ വേദങ്ങൾ വന്നതുപോലെ, ബൈബിൾ വന്നതുപോലെ, ഖുർആൻ വന്നതുപോലെ അടുത്തുള്ള എത്രയോ തലമുറകൾക്ക് വേണ്ടി ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു സ്പിരിച്വൽ അക്കാഡമി എന്നോ ഒരു പെട്ടകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ്. അതൊരിക്കലും ഒരു 1 man ഷോ ആകാൻ പാടില്ല, ആകരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും.